ഇവിടെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ സൈന്യത്തിന്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ NDRF സംഘത്തിന്റെ ഒപ്പം തന്നെ അവിടെയുള്ള പ്രാദേശിക ആളുകൾ കൂടി ഈ റെസ്ക്യൂവിൽ പങ്കെടുക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്ര വിഷമത്തോടെ ആയിരിക്കും അല്ലെങ്കിൽ മാനസികമായി എത്ര സംഘർഷത്തോടെ ആയിരിക്കും ഇവർ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവുക. കാരണം ഇത്തരത്തിൽ തങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം അവിടെ ഉണ്ടാകാം, ഈ മണ്ണിനടിയിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ തങ്ങളുടെ ബന്ധുക്കൾ ഈ മണ്ണിനടിയിൽ ഉണ്ടാകാം എന്നുള്ളതടക്കം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മാത്രമല്ല ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് മരണം മാത്രമല്ല, ഈ മരണത്തെ രക്തസാക്ഷിയായിക്കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന ഇനി ആ ജീവിതത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരൊന്നുമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ജീവിക്കേണ്ടി വരുന്ന പലരുടെയും അവസ്ഥയാണ്. അത്തരത്തിൽ നിരവധി പേർ ഇപ്പോഴും രക്ഷപ്പെട്ട ആ ഒരു ട്രോമ മാറാതെ ജീവിക്കുന്നവരുണ്ട്. അമ്മയും അച്ഛനെയും നഷ്ടപ്പെട്ട് സഹോദരിയും നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ഇത്തരത്തിൽ നിരവധി ആളുകൾ നഷ്ടപ്പെട്ടുകൊണ്ട് താൻ ഇനി എന്തിന് ജീവിക്കണം എന്ന് തോന്നുന്ന തരത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ടാകാം. അപ്പോൾ ഇവർക്ക് വേണ്ടത് ഇനി മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കം ഇവരിൽ നിന്ന് മാറ്റേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കൗൺസിലിംഗ് രീതികളൊക്കെ ഇവർക്ക് നൽകേണ്ടത് അത്യാവശ്യമാണ്. ഒരു കാര്യം നമുക്ക് പറയേണ്ടിയിരിക്കുന്നു, ഒന്നിനും അവസാനമായിട്ടില്ല. അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടവർ ഇനിയും ജീവിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ കൗൺസിലിംഗ് അടക്കം നടത്തിക്കൊണ്ട് അവരെ പുതിയ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയുവാനുള്ളത്, നേരത്തെ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആ പ്രകൃതിയെ സ്നേഹിക്കുക, അല്ലാതെ പ്രകൃതിയെ വശത്താക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവളെ കൂടുതലായി ഉപദ്രവിച്ചുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിടുന്നതിനോട് യോജിപ്പ് നമുക്കുമില്ല. അതുകൊണ്ട് തന്നെ പ്രകൃതിയെ സ്നേഹിക്കുക. വയനാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു സെൻസിറ്റീവ് ഏരിയയാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായി തന്നെ വികസനങ്ങൾ വരുമ്പോൾ, അതായത് പരിസ്ഥിതിക്ക് കോട്ടം ഉണ്ടാകാത്ത രീതിയിലുള്ള വികസനങ്ങളാണ് ഇവിടേക്ക് എത്തുന്നത്. തുരങ്കപാത അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെല്ലാം ഏത് തരത്തിലാണ് സെൻസിറ്റീവ് ഏരിയ ആണോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം ഇനി വരും ദിവസങ്ങളിൽ ചർച്ചയാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വിവിധയിടങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവിധയിടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. മാനന്തവാടിയിലെ ചില ഏരിയകളിൽ വെള്ളം കയറി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അത്തരത്തിൽ വയനാടിനെ മൊത്തത്തിൽ ആശങ്കയിലാഴ്ത്തിക്കൊണ്ടാണ് ഈ ഒരു മഴ സീസൺ കഴിഞ്ഞു പോകുന്നത്. വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഇവിടെ നടക്കുമ്പോഴും മറ്റിടങ്ങളിൽ അടക്കം ഉരുൾപൊട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കോഴിക്കോട് ഇത്തരത്തിലൊരു ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു. പക്ഷേ അവിടെ എത്രയും പെട്ടെന്ന് ആളുകളെ അവിടെ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ വയനാട്ടിലെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ മഴ പെയ്ത വെള്ളം പോകുന്നത് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു. മാത്രമല്ല ചുരത്തിലടക്കം റോഡിൽ വിള്ളലുകൾ 8-ാം വളവിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിള്ളലുകൾ ഉണ്ടായതും വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുവാനുള്ള ഒരു കാരണമുണ്ടായി. അത്തരത്തിൽ പാൽച്ചുരത്തിലാകട്ടെ പേരിയ ചുരത്തിലാകട്ടെ ഇവിടെയൊക്കെ വലിയ രീതിയിലുള്ള മഴവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അതെ അർജുൻ, സംസ്ഥാനമൊട്ടാകെ കടുത്ത കെടുതിയിൽ തന്നെയാണ്, മഴക്കെടുതിയിൽ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല നാളെ അതിശക്തമായ മഴ മുന്നറിയിപ്പ് വയനാട് ജില്ലയ്ക്കും നൽകിയിട്ടുണ്ട്. എന്തായാലും ബെയിലി പാലം നിർമ്മാണം മാത്രമാണ് പ്രതീക്ഷ നൽകുന്ന ഏക കാര്യം. കാരണം പാലം നിർമ്മാണം പൂർത്തിയായാൽ മാത്രമേ അക്കരയ്ക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ആംബുലൻസ് അടക്കമുള്ള സംവിധാനങ്ങൾക്ക്. നാളെയും കുത്തിയൊലിക്കുന്ന മലവെള്ളപ്പാച്ചിൽ വന്നാൽ മറ്റ് നിർമ്മാണ പ്രവൃത്തികൾ ഇത് ഏതെങ്കിലും രീതിയിൽ മുടങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ടോ? പൂർണ്ണ വിശ്വാസത്തിൽ തന്നെയാണോ സൈന്യം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? സൈന്യം ഇപ്പോഴും പൂർണ്ണ വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതായത് ഏത് പ്രതികൂല സാഹചര്യം വന്നാലും മഴ മാറി നിന്നില്ലെങ്കിൽ കൂടിയും തങ്ങൾക്ക് ആ പാലം നിർമ്മിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് സൈന്യമുള്ളത്. അത് തന്നെയാണ് ഇന്ന് വൈകുന്നേരങ്ങളിലും നമ്മൾ കണ്ടത്. ഉച്ച കഴിഞ്ഞ് ശക്തമായ മഴയാണ്. എന്നാൽ മഴയെ തുടർന്ന് റെസ്ക്യൂ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ടും സൈന്യം തങ്ങളുടെ ഈ പാലം നിർമ്മിക്കുന്ന സാഹചര്യം ഒഴിവാക്കിയില്ല. ഇത്തരത്തിൽ പാലം നിർമ്മിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സൈന്യം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം, സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം, സൈന്യത്തിന്റെ കൃത്യമായ ഇടപെടൽ, കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ ഇടപെടൽ ഇവിടെ ഉണ്ടാകുന്നു. അത്തരത്തിൽ മുഖ്യമന്ത്രി അടക്കം പ്രധാനമന്ത്രി ഫോണിൽ വിളിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ഏത് സാഹചര്യത്തിലും കേന്ദ്രം എന്ത് സഹായവും ചെയ്യാമെന്നുള്ള ഒരു സഹായ വാഗ്ദാനം നൽകുന്നു. അതിനായി തന്നെ ഒരു കേന്ദ്ര മന്ത്രിയെ തന്നെ ഇവിടെ നിയോഗിക്കുന്നു. ജോർജ് കുര്യനെ ഇവിടെ നിയോഗിക്കുന്നു. അദ്ദേഹം
ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ആ പ്രദേശങ്ങളെ കുറിച്ച് പഠിക്കുകയാണ്. അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇന്നും അദ്ദേഹം ഇത്തരത്തിലുള്ള ദുരന്ത മേഖലയിലേക്ക് വരികയും ആ ദുരന്ത മേഖലകൾ സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ അവിടെ എത്തുകയും പിന്നീട് ചെന്നിത്തല അടക്കമുള്ളവർ അവിടെ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. എം വി ഗോവിന്ദൻ അടക്കമുള്ളവരെ എത്തുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല BJP-യുടെ നേതാക്കൾ എല്ലാവരും തന്നെ എത്തുന്ന സാഹചര്യമുണ്ട്. അബ്ദുള്ളക്കുട്ടി എത്തി, കെ സുരേന്ദ്രൻ എത്തി. ഇത്തരമുള്ള നിരവധി ആളുകൾ വന്നു പോകുന്നു. മത സാമുദായിക മേഖലയിലുള്ള ആളുകൾ അടക്കം അവിടെ വരികയും അവരുടെ സംഘടനകൾ അടക്കം ഇവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ള സാഹചര്യം അടക്കം നമ്മൾ കാണുന്നത്. സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. സേവാഭാരതി, SYS, DYFI തുടങ്ങിയ സംഘടനകളടക്കം ഇവിടെ എത്തി സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നു. യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സേവന പ്രവർത്തനം നടത്തുന്നു. നാളെ മുതൽ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഒരു ചാർജിംഗ് കേന്ദ്രം തുടങ്ങുന്നുണ്ട്. അതായത് ലാപ്ടോപ്പ്, മൊബൈൽ എന്നിവയൊക്കെ ചാർജ് ചെയ്യാനുള്ള ഒരു കേന്ദ്രം യുവമോർച്ചയുടെ നേതൃത്വത്തിൽ തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ തുടങ്ങുകയാണെങ്കിൽ വലിയ രീതിയിൽ അവിടെയുള്ള ആളുകൾക്ക് ആശ്വാസകരമായിരിക്കും. കാരണം ഇലക്ട്രിസിറ്റി അവിടെ ഇല്ല. ഇത്തരത്തിലുള്ള വൈദ്യുതി എല്ലാം വിച്ഛേദിച്ചിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സംവിധാനം വരുന്നത് ജനങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണ്. ഇത് എല്ലാവർക്കുമുള്ള ഒരു മെസ്സേജ് കൂടിയായി സ്വീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ ആവശ്യമുള്ളവർ യുവമോർച്ചയുടെ നാളെ യുവമോർച്ചയുടെ ഇത്തരത്തിലുള്ള ഒരു സങ്കേതം അവിടെ തുറക്കുന്നുണ്ട്. അവിടേക്ക് എത്തിച്ചേർന്ന് തങ്ങളുടെ മൊബൈലുകൾ ചാർജ് ചെയ്യാവുന്നതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അടക്കം ഇവിടെ നടക്കുന്നു. മറ്റുള്ള സംഘടനകളാവട്ടെ ഇവിടെ എത്തിക്കുന്ന ഭക്ഷണങ്ങൾ പലരും ഭക്ഷണങ്ങൾ എത്തിക്കുന്നു. റെസ്ക്യൂ പ്രവർത്തകർക്ക് ഭക്ഷണം എത്തിക്കുന്നു. അത് കഴിഞ്ഞ മാധ്യമ പ്രവർത്തകർക്കടക്കം നമ്മൾക്കടക്കം ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കുന്നു. അത് വലിയ സഹായം തന്നെയാണ്. നമ്മൾ ദുരന്തമുഖത്തുണ്ടാകുമ്പോൾ നമുക്ക് മറ്റിടങ്ങളിൽ നിന്നും ഭക്ഷണം കിട്ടാൻ സാധ്യതയില്ല. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമുക്ക് വരുന്നത്. അത് നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അത് വലിയ രീതിയിൽ തന്നെ റെസ്ക്യൂ പ്രവർത്തകരെയും നമ്മളെയും അടക്കം വലിയ രീതിയിലുള്ള ഒരു സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അത്തരത്തിലുള്ള വലിയ ഒരു സാഹചര്യം, അതായത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഏകോപനപരമായിട്ടുള്ള ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ തന്നെയും നാളെ മുണ്ടക്കൈയുടെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. ഇന്ന് എത്തിയതിനേക്കാൾ മുകളിലേക്ക് കുറച്ചുകൂടി പോകേണ്ടതുണ്ട്. തൊട്ടപ്പുറത്ത് വീടുകളൊക്കെ സെർച്ച് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഈ വീടുകൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ മുൻപിൽ കാണുന്നത് പോലെയല്ല. വീടുകളെല്ലാം മണ്ണിന് അടിയിലാണ്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഈ മണ്ണുകൾ നീക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുശേഷമാണ് പിന്നീട് ഈ അതിന് മുകളിലെ ടെറസ് അടക്കം കുത്തിപ്പൊളിച്ചുകൊണ്ട് അതിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള പരിശോധനകളാണ് കൂടുതലായി നാളെ നടക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുണ്ടക്കൈയിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ശ്മശാന മൂകതയാണ്. ഒന്നുമില്ല അവിടെ, മറ്റൊന്നും അവശേഷിക്കുന്നില്ല. ഇവരുടെ സ്വപ്നങ്ങൾ അവശേഷിക്കുന്നില്ല, ഒന്നും അവശേഷിക്കുന്നില്ല. യാതൊന്നും അവശേഷിപ്പിക്കാതെയാണ് ഇത്തരത്തിൽ മഴവെള്ളപ്പാച്ചിലിൽ ഒറ്റയടിക്ക് തന്നെ ഇവരെ കൊണ്ടുപോയിട്ടുള്ളത്. ഇത്തരത്തിൽ അതിന്റെ വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ, ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മലപ്പുറത്തേക്കടക്കം ഇത്തരത്തിൽ ചാലിയാറിലേക്കടക്കം ഇത്തരത്തിൽ ഇവരുടെ ശരീരഭാഗങ്ങൾ ഒഴുകിയെത്തുന്നുണ്ടെങ്കിൽ എത്രമാത്രം തീവ്രതയോടെ ആയിരിക്കണം ഈ ഉരുൾ പൊട്ടിയിരിക്കുന്നത്, എത്രമാത്രമായിരിക്കണം അതിന്റെ ആഘാതം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ. മാധവൻ ഗാഡ്ഗിൽ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് അഭികാമ്യം. അല്ലാതെ അവളെ കീഴ്പ്പെടുത്തുകയല്ല, വശത്താക്കുകയല്ല ചെയ്യേണ്ടത്. അവളെ കീഴ്പ്പെടുത്താതെ അവളോട് വശപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി ലോല മേഖലകളിലെല്ലാം കൃത്യമായ രീതിയിൽ പരിശോധന നടത്തേണ്ടത് അത്യാവശ്യമാണ്. വയനാടിന്റെ വിവിധ മേഖലകളിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയകളാണ്. അതിനാൽ തന്നെ ഇവിടങ്ങളിൽ കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകേണ്ടതുണ്ട്. നേരത്തെ നമ്മളോട് ഇത്തരത്തിൽ ഷാജിമോൻ എന്ന് പറയുന്ന അവിടുത്തെ ഒരു പ്രദേശവാസി നമ്മളോട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇത്തരത്തിൽ ഇവിടെ ഒരു വലിയ രീതിയിലുള്ള ഒരു ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ട് എന്നുള്ളതടക്കം മറ്റൊരു സ്വകാര്യ ചാനലിന് നൽകിയിരുന്നു. എന്നാൽ അതൊന്നും വകവെച്ചില്ല എന്നുള്ളതാണ് നമുക്ക് പറയുവാൻ കഴിയുന്നത്. ഈ സമയത്ത് ഈ കാര്യങ്ങൾ പറയുവാൻ കഴിയില്ല. എങ്കിൽ തന്നെയും ഇത് നമുക്ക് സൂചിപ്പിച്ചേ മതിയാകൂ. അതായത് ഈ രക്ഷാപ്രവർത്തനത്തെ ഊന്നി നിന്നുകൊണ്ട് തന്നെ അവർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നമുക്ക് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിൽ അധികൃതരുടെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ
ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിൽ വേണ്ട നടപടി എടുത്തില്ല എന്നുള്ളതടക്കം വരും ദിവസങ്ങളിലടക്കം ചർച്ചയാകേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് ആളുകളെ എത്രയും പെട്ടെന്ന് റെസ്ക്യൂ ചെയ്തുകൊണ്ട് അവരെ ജീവിതത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളൊക്കെ വിട്ടുകൊണ്ട് രാഷ്ട്രീയ ഭേദമന്യേ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെളിവാരി എറിയലുകൾ ഇല്ലാതെ തന്നെ ഇപ്പോൾ ആ പ്രവർത്തനം നടക്കുക. മറ്റു കാര്യങ്ങളെല്ലാം ഇനി വരുന്ന ദിവസങ്ങളിൽ തന്നെ നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കും. ഈ ഒരു റെസ്ക്യൂവിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കും. തീർച്ചയായും അർജുൻ, ഇനി രക്ഷാദൗത്യത്തിന് തന്നെയാണ് പൂർണ്ണ സമയവും ചിലവഴിക്കേണ്ടത്. അത്തരത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അതിവേഗം പ്രാവർത്തികമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ ബെയിലി പാല നിർമ്മാണം പുരോഗമിക്കുന്നത്. ഏത് പ്രതികൂല കാലാവസ്ഥയിലും ഇപ്പോഴും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തിയേ മതിയാകുകയുള്ളൂ. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ നൽകണം. ഇതിനെല്ലാം വാഹന സൗകര്യം ഒരുക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് ഏറെ ശ്രമകരമായ ഈ പ്രതികൂല കാലാവസ്ഥയിലും ദുഷ്കരമായ രക്ഷാദൗത്യം പുരോഗമിക്കുന്നതും ബെയിലി പാല നിർമ്മാണം പുരോഗമിക്കുന്നതും. അർജുൻ PS ആണ് വയനാട് നിന്നും വിവരങ്ങൾ നൽകിയത്.